ഇന്ന് കടയിൽ പോയപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു കിടിലൻ ഐറ്റമാണ് കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ മീനിൻ്റെ മുട്ടയാണ്. പല നാട്ടിൽ പല പേരുകളിലൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഒരു സംഭവം ഇന്ന് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. ഞാൻ ഒരുപാട് കാലമായിട്ട് ഇത് കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ഇത് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയ മുട്ട അത് എന്ത് മീനിൻ്റെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറിയ മുട്ടകൾ നമ്മൾ കൂടെ മേടിച്ച മത്തിയിൽ നിന്നും കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വേർതിരിച്ചിട്ടുണ്ട്. കുഞ്ഞിലേക്ക് ഇതിന് വേണ്ടി നല്ല രീതിക്ക് തല്ലുണ്ടാക്കിയിട്ടുണ്ട്. എണ്ണത്തിൽ കുറവ് കിട്ടുന്നതുകൊണ്ട് തന്നെ വളരെ പിശിക്കായിരിക്കും നമ്മുടെ പ്ലേറ്റിലേക്ക് ഇത് വരാറുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഐറ്റം കൊണ്ട് നമുക്ക് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നതിന് മുന്നേ ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന കുറേ ഐറ്റംസ് പറയാം കേട്ടോ. ഇതുകൊണ്ട് തോരൻ ഉണ്ടാക്കാം, കറി ആയിട്ട് വെക്കാം, ഫ്രൈ ചെയ്യാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഫ്രൈ ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണെന്നൊന്നും അറിയില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ഫിഷ് മസാലയാണ് എടുത്തേക്കുന്നത്. പിന്നെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ്, ജിഞ്ചർ ഒരു ചെറിയ പൊടിക്കാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഗാർലിക്കും കറിവേപ്പിലയും കൂടി നരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയും സാധനം ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ സാധാരണ മീനെ പിടിക്കുന്ന പോലെ ഇതങ്ങ് വല്ലാണ്ട് പിടിക്കില്ല. ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു കൊഴുത്ത എന്തോ ദ്രാവകം പോലെ അതിന് പുറത്തുണ്ട്. അപ്പോൾ അതിങ്ങനെ അതിലേക്ക് പിടിക്കാനായിട്ട് കുറച്ച് പാടാണ്. എന്നാൽ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഈ സമയത്ത് ഞാൻ ആ മത്തിയെ ഒന്ന് റെഡിയാക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സാധനം തന്നെയാണിത്. നമ്മുടെ ഹാർട്ട് ഹെൽത്തിനും അതേപോലെ തന്നെ ഒരുപാട് omega-3+, ട്രൈഗ്ലിസറൈഡ്സ് കുറയ്ക്കാനും നല്ല വിഷന് ഒക്കെ ഈ ഒരു ഐറ്റംസ് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്ത് മത്തിയെല്ലാം ക്ലീൻ ചെയ്ത് അതിനെയും ഒന്ന് പരിവാക്കി വെച്ച ശേഷം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് എണ്ണ യൂസ് ആക്കേണ്ടെന്ന് നോക്കിയിട്ടാണ് കേട്ടോ ഈ നോൺ സ്റ്റിക്ക് തന്നെ എടുത്തത്. അപ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പ്രശ്നം ഇതിൻ്റെ എണ്ണം മുഴുവൻ സൈഡിലോട്ടേ ഇരിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി ആകെ ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാൻ നോക്കിയിട്ടാണ് ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് ആ ചെറിയത് വലിയ കുഴപ്പമില്ല. പിന്നെ ഇതിന് വേറെ പ്രശ്നമുണ്ട്. ആ ചെറിയ മീൻമുട്ടകളുണ്ടല്ലോ അല്ലാണ്ട് അങ്ങോട്ട് പൊട്ടിത്തെറിക്കാറുണ്ട്. അത് അടയ്ക്കുന്നത് കൊണ്ട് അതിനും ഒരു ഗുണമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെറിയ മുട്ടകളിൽ ചിലതൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോരുന്നുണ്ടായിരുന്നു. പിന്നെ അതിനെയൊക്കെ ഒന്ന് ഇളക്കിയെടുത്ത് ടേസ്റ്റ് നോക്കി ഉപ്പും കാര്യങ്ങളെല്ലാം പാകത്തിനുണ്ട്. നല്ല സ്പൈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരെണ്ണം മാത്രം ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതിൻ്റെ അകം അങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ്